നമുക്കിന്ന് വാഴക്കൂമ്പ് അച്ചാർ റെഡിയാക്കിയാലോ? അച്ചാർ റെഡിയാക്കാനായി വാഴക്കൂമ്പ് വൃത്തിയാക്കാം. വാഴക്കൂമ്പ് 2 ദിവസം കൊണ്ട് ഫ്രിഡ്ജിലിരിക്കുകയാണ്. ചെറുതായി ഒന്ന് വാടിപ്പോയി. എനിക്ക് പനി ആയതുകൊണ്ട് വാഴക്കൂമ്പ് ഞാൻ ചെറുതായിട്ട് റെസ്റ്റ് കൊടുത്തു. വാഴക്കൂമ്പ് വൃത്തിയാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിക്കുന്നത് പോലെ ചെയ്താൽ മതി. ഇതിൻ്റെ നൂലെടുത്ത് കളയാനായിട്ട് കയ്യിൽ 2ലും വെളിച്ചെണ്ണ പുരട്ടിയിട്ട് വേണം നൂലെടുത്ത് കളയാനുള്ളത്, അല്ലെങ്കിൽ കയ്യിൽ വാഴക്കൂമ്പിൻ്റെ കറ പറ്റും. അച്ചാർ റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിൽ പുളി വെള്ളത്തിലിടാം. പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞ് വൃത്തിയാക്കിയ കൂമ്പ് അതിലിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് വറുത്തെടുക്കാം. അച്ചാറിന് വേണ്ടുന്ന ചേരുവകൾ: ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില. പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിക്കാം. കടുക് പൊട്ടിക്കാം. 2 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കാം. ചെറിയ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് ഇളക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളവും കൂടി ചേർക്കാം. കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ കായപ്പൊടി, തിളപ്പിച്ചാറ്റിയ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച കൂമ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വാഴക്കൂമ്പ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക.